നമ്മുടെ നാട്ടിൽ ചിലയിടത്തൊക്കെ അരങ്ങേറാറുള്ള ഒരു നാടൻ കലാമേളയാണ് കല്യാണ വീട്ടിലെ കൂട്ടത്തല്ല്. ഒന്നുകിൽ മീൻചാറിന്റെ പേരിൽ തല്ല്, അല്ലെങ്കിൽ പപ്പടത്തിന്റെ പേരിൽ തല്ല്, അതുമല്ലെങ്കിൽ ഐസ്ക്രീമിന്റെ പേരിൽ തല്ല്. പുറത്ത് കേൾക്കുന്ന കാരണം ഇതൊക്കെയാണെങ്കിലും യഥാർത്ഥ കാരണം പലപ്പോഴും മറ്റൊന്നാണ്. കല്യാണത്തിന് 2-3 മണിക്കൂർ മുമ്പേ എത്തുന്ന ചിലർ ആദ്യം അന്വേഷിക്കുന്നത് വിവാഹ ഹാളല്ല, ആ വിവാഹ ഹാളിന്റെ അടുത്തുള്ള ബാറോ മദ്യഷാപ്പോ ആയിരിക്കും. ഊണിന് മുമ്പ് 2 എണ്ണം എന്ന് തുടങ്ങുന്നത് ചിലപ്പോൾ 4, 5, 6 ഒക്കെയായി മാറും. പിന്നീട് നിയന്ത്രണം നഷ്ടപ്പെടും. ചെറിയൊരു വാക്കുതർക്കം പോലും വലിയൊരു അടിപിടിയിലേക്ക് വഴിമാറും. തല്ലിന്റെ കാരണം അന്വേഷിച്ചിറങ്ങിയാൽ പലപ്പോഴും അതിന്റെ തുടക്കം മീൻചാറിലോ പപ്പടത്തിലോ ഐസ്ക്രീമിലോ അല്ല, അടുത്തുള്ള മദ്യഷാപ്പിലോ ബാറിലോ ആയിരിക്കും കണ്ടെത്തുക. ഒടുവിൽ വാർത്ത വരുന്നത് ഇങ്ങനെയാണ്: മീൻചാറിന്റെ പേരിൽ തല്ല്, പപ്പടത്തിന്റെ പേരിൽ തല്ല്, ഐസ്ക്രീമിന്റെ പേരിൽ കൂട്ടത്തല്ല്. പക്ഷേ യഥാർത്ഥത്തിൽ തല്ല് മീൻചാറിനോ പപ്പടത്തിനോ ഐസ്ക്രീമിനോ ആണോ? അല്ല. നിയന്ത്രണം നഷ്ടപ്പെട്ട ലഹരിയാണ് പലപ്പോഴും അതിനു പിന്നിലെ കാരണം. ഒരു വിവാഹം എന്നത് വധൂവരന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമാണ്. 2 കുടുംബങ്ങളുടെയും ഏറ്റവും വലിയ സന്തോഷമാണ്. ആ സന്തോഷം നശിപ്പിക്കാതെ കൂടുതൽ മനോഹരമാക്കാനാണ് നമ്മൾ അതിഥികളായി ചെല്ലേണ്ടത്. ഒരു ദിവസത്തെ ലഹരി അതങ്ങ് അവസാനിക്കും. പക്ഷെ ആ ദിവസത്തെ നാണക്കേടും വേദനയും പല കുടുംബങ്ങൾക്കും ജീവിതകാലം മുഴുവൻ മറക്കാനാകാത്ത ഒരോർമ്മയായി മാറും. പലപ്പോഴും ചെറിയ വാക്കുതർക്കം കൈവിട്ടു പോകുമ്പോൾ ആ വീട്ടുകാർക്ക് പോലും നോക്കി നിൽക്കാനേ പറ്റുകയുള്ളൂ. ചിലപ്പോൾ ചെറുക്കൻ്റെ കൂട്ടത്തിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പെണ്ണിൻ്റെ കൂട്ടത്തിലുള്ളവരായിരിക്കും പ്രശ്നക്കാർ. ആരായാലും അനുഭവിക്കുന്നത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കുടുംബങ്ങളാണ്. ഇങ്ങനെ കൂട്ടത്തല്ലുണ്ടായി കല്യാണം വരെ മുടങ്ങിയ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ഓർക്കണം, ഇതിൻ്റെ എല്ലാം പിന്നിൽ ആജന്മ ശത്രുതയൊന്നുമല്ല, വെറും 4, 5 പെഗ്ഗുകളാണ്. അതുകൊണ്ട് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക തന്നെ വേണം. ആരും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് കരുതിയല്ല ഇവിടെ എത്തുന്നത്. വീര്യം അകത്തു ചെല്ലുമ്പോൾ തോന്നുന്ന വികാരങ്ങളാണ്. അത് കൈവിട്ടു പോകാതെ നിയന്ത്രിക്കുക കൂടി വേണം.